അങ്ങനെ വീണ്ടും ഒരു വെളുപ്പാങ്കാലം. നിങ്ങളോടൊക്കെ എനിക്ക് അസൂയ തോന്നുകയാണ് മക്കളെ, അസൂയ തോന്നുകയാണ്. എല്ലാവരും സ്വപ്നം കണ്ട് കിടന്നുറങ്ങുമായിരിക്കും അല്ലേ. ഞാൻ ഈ വാതിൽക്കൽ പോയി നോക്കുന്നുണ്ട്, ഒരു പട്ടിക്കുഞ്ഞ് പോലും എഴുന്നേറ്റിട്ടില്ല. എന്ത് ചെയ്യാം, പണി അതായി പോയില്ലേ. വെളുപ്പിന് എണീറ്റ് പോകണം, പാതിരാത്രി കയറി വരണം. എന്തായാലും ഭക്ഷണം കൊണ്ടുപോകണം. കാരണം അവിടെ ആരും നമുക്ക് ഭക്ഷണം തരാനോ നമ്മൾ കഴിച്ചോ എന്ന് ചോദിക്കാനോ ആരുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് കൊണ്ടുപോകണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ വക സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ പിന്നെയും പോയി വാതിക്കൽ ഒരു ചായ ആയിട്ട് കുടിച്ച് നോക്കുകയാണ്. ഒരനക്കവും ഇല്ല, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഒരനക്കവും ഇല്ല. ഇവിടെ എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം. ഞാനും ഇതുപോലെ കിടന്നുറങ്ങേണ്ടതായിരുന്നു. എന്ത് ചെയ്യാം, പഠിച്ചതും എടുത്ത ജോലിയും എല്ലാം വേറെ ഇപ്പം. അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്യാണ്. ഈ പാക്കിങ് മാത്രമേ ഉള്ളൂ, ഇതൊക്കെ തിരിച്ചങ്ങനെ തന്നെ വരും. കാരണം ഇവിടെ നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനിത് കഴിക്കുന്നത് വൈകുന്നേരമായിരിക്കും. അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിതിങ്ങനെ അടച്ചു പൂട്ടി വയ്ക്കുന്നത്. പിന്നെ ഉച്ചക്കത്തേക്ക് എന്തായിരുന്നു അത്, തേങ്ങാച്ചോറ്. ഇതെന്തായാലും കഴിക്കും. കാരണം ഉച്ചയാകുമ്പോഴേക്കും ആൾക്കാർ ഫ്രീ ആവും, റിലീവ് ചെയ്യാനൊക്കെ ആൾക്കാർ വരും. അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടാണെങ്കിലും ഇതൊക്കെ അകത്താക്കും. അങ്ങനെ തേങ്ങാച്ചോറും ഉരുളക്കിഴങ്ങ് മസാലക്കറി, ഇതേ സെയിം കറി തന്നെയാണ് ഞാൻ ഇഡ്ഡലിക്കും എടുത്തത്. സെപ്പറേറ്റ് കറി വയ്ക്കാനൊന്നും സമയമില്ല, ആകെപ്പാടെ 1 മണിക്കൂർ പോലും തികച്ചില്ല. അങ്ങനെ 5:17 പല്ല് തേച്ചോന്ന് ചോദിച്ചാൽ തേച്ചിട്ടുണ്ട്, അത്ര തന്നെ. കണ്ടോ, എൻ്റെ സ്ട്രീറ്റിലൊന്നും ആരുമില്ല, എല്ലാവരും ശാന്തത, എല്ലാവരും ഉറക്കം.